പട്ടിണിയാമോ? പോയി അടിയൊക്കെ കിട്ടുമോ? അടി കിട്ടും, അതേ നല്ലതല്ലേ. അവിടെ ഒന്നും അടിയും കിട്ടത്തില്ലയോ? ഇല്ല, അടി കിട്ടുന്നത് നോക്കട്ടെ. എനിക്ക് അടി കിട്ടുന്ന അടി കിട്ടിയിട്ടില്ലേ ചേച്ചി? ഒരാഴ്ച പോലും ആയില്ല, ബുക്ക് തീർന്നു. ഇയാൾ എന്തോ ആധാരം എഴുതാൻ പോകണം കേട്ടോ. വണ്ടിയുടെ മുകളിലോട്ട് കവർ എടുത്തിട. നീ അന്നേരം ചോദിക്കാൻ ഞാൻ എന്താ, നീ പിന്നെ എന്തോ കൊടുക്കുമായിരുന്നു? പിന്നെ അവള് പഠിക്കാൻ, പരീക്ഷയ്ക്ക് പഠിക്കണം. പറയാം, ഇന്ന് നമുക്കൊരു വിരുന്നുകാരിയുണ്ട്. കൊച്ചോള് വന്നിട്ടുണ്ട്. വിരുന്നുകാരിക്ക് ഇഷ്ടംപോലെ ലഗേജ് കൊടുത്തിട്ടുണ്ട് ചുമ കെട്ടിക്കൊണ്ട് പോവാൻ. ഇന്നലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച കണ്ടോ, യൂണിഫോമും. ഇതാ ഇപ്പൊ ഈ വർഷത്തെ യൂണിഫോമും എല്ലാം എടുത്ത് വെച്ച്, ബാഗും എല്ലാം സെറ്റ് ചെയ്ത് വെച്ച്, എന്തോ തുണിയും മടക്കി വെച്ച്, ചെരുപ്പും തേച്ച് കഴുകിയിട്ട് കയറി വന്നപ്പോ നാണ്ട്രാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അയ്യോ, ഇവിടെ അങ്ങ് തുടങ്ങി, ഇവിടെ അങ്ങ് യുദ്ധം തുടങ്ങി. അയ്യോ, എന്തിനാ കളക്ടർ? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വന്നു തലവേദനയാണ്. തലവേദന എന്ന് പറഞ്ഞാൽ തല പൊട്ടിപ്പോകുന്ന തലവേദന. തലവേദനയോട് തലവേദന, ഗുളിക കഴിച്ചു. ഇപ്പൊ ഇങ്ങനെ ഇറങ്ങാൻ നേരത്തും ഗുളിക കഴിച്ചു, അതുപോലെ തലവേദന എടുക്കും, എന്താണെന്നറിയത്തില്ല. പിന്നെ കൊച്ചോട് ഇന്ന് ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ മാമന് തിമിരത്തിന്റെ സർജറി ആയിരുന്നു ഇന്നും. രാവിലെ സർജറി ഒക്കെ കഴിഞ്ഞ് ഇന്ന് അവിടെ അഡ്മിറ്റ്. നാളെ ഡിസ്ചാർജ് ആകത്തുള്ളൂ. അപ്പം മാമന്റെ അടുക്ക ഹോസ്പിറ്റലിൽ ഇരിക്കുക. ചിപ്പിക്ക് നൈറ്റാണ് ഡ്യൂട്ടി, അപ്പോൾ അവിടെ തന്നെ ഉള്ളൂ. അപ്പം ഇങ്ങോട്ട് കൊണ്ടുപോരുന്നു. നാളെ എൻ്റെ കൂടെ അങ്ങ് തിരിച്ചു പോകും. ജാനിക്കുട്ടിയെ കുഞ്ഞോനെയൊക്കെ കണ്ടു. ഇവിടെ വന്ന് മോനെ വിളിച്ചോണ്ട് പോയതാ മുടി വെട്ടാൻ. ഒന്നും നടന്നില്ല, അവരുടെ പ്ലാനിങ് എല്ലാം തെറ്റി. മാമനെങ്ങാണ്ട് പോകണമായിരുന്നു, മാമൻ വണ്ടി എടുത്തോണ്ട് പോയി. പിന്നെ അപ്പം മുടിവെട്ടൊന്നും ഇന്ന് നടന്നില്ല. ഇനിയിപ്പം നോക്കാം പിന്നാട്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇവിടുന്ന് എല്ലാവരും കൂടെ മുടിവെട്ടാൻ അങ്ങോട്ട് വരുന്ന വഴിയായിരുന്നു. അവിടെ വെച്ച് കണ്ടു, പ്ലാനെല്ലാം തെറ്റി. ഇങ്ങനെ മാമൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ കുളിക്കുന്നോ? സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മേടിച്ചു, ഗോതമ്പ് പൊടി മേടിച്ചു, ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചു. കൊച്ചോട് വരുമെന്നൊന്നും എനിക്കൊരു പ്ലാനും ഇല്ലായിരുന്നു. ഇന്ന് ഞാൻ ചോറ് വെച്ചില്ല. ഇന്ന് ചോറ് വെക്കാതാ പോയത്. വൈകിട്ട് 2 ചപ്പാത്തിയോ കഞ്ഞിയോ ആക്കാം എന്ന് വിചാരിച്ച് പോയതാ. അപ്പൊ നാട്ടിൽ കിടന്നു. അമ്മ ചോറ് തന്ന്. ഇനിയിപ്പോൾ ചോറ് വെക്കാൻ തലവേദനയാന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ ചോറ് തന്നു. പിന്നെ ചക്ക വേവിച്ചതും ചമ്മന്തി, പിന്നെ ചിക്കൻ്റെ കുറച്ചിരിപ്പുണ്ട്, അത് നമുക്ക് ഫ്രൈ ആക്കാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നു.
പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും കണ്ടോ? ആരെയും കണ്ടായിട്ട് ഓർക്കുന്നില്ല. ഇല്ല. പിന്നെ ഇന്ന് രാവിലെ ഒരു മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല വെയിലായിരുന്നു. മോൻകുട്ടൻ അവധിയും കൊടുത്ത് വീട്ടിൽ ഇരുന്ന് ഞാനതിൽ ഓർക്കുകയും ചെയ്തു. ഇവിടെ ഇരുന്ന് ചീത്തവിളിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. പിന്നെ വീട് പണിയുടെ ആൾക്കാർ നാളെ തൊട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അകത്തെ പണികളെല്ലാം അത്യാവശ്യം ചെയ്ത് തീർക്കാം. അവളൊക്കെ 2 ദിവസത്തിനകം ചെയ്ത് തീർത്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറും. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ വലിയ ചടങ്ങോ അങ്ങനെയൊന്നും നടത്തുന്നില്ല. നമ്മൾ നല്ലൊരു സമയം നോക്കി ഇങ്ങോട്ടേക്ക് കയറും കേട്ടോ. ബാക്കി പണികളെല്ലാം ഇനിയും വെളിയിലത്തെ ഒക്കെ തീർക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ 20 എന്നുള്ളത് നമ്മൾ അവിടോട്ട് പോകുന്ന ആ മാസം വാടകയുടെ ഡേറ്റ്. ഇനി പിന്നെ അങ്ങോട്ട് പോയാൽ വീണ്ടും 1 മാസത്തെ വാടകയും കൂടെ ആക്കണ്ടെന്ന് വിചാരിച്ചോണ്ട് നമ്മൾ അതിന് മുമ്പേക്ക് മാറും. അത് മാത്രമല്ല മഴ ആ വീടൊക്കെ ചോർച്ചയുണ്ട്. പിന്നെ തൂക്കാനും മാരാനും ഒക്കെ ആ വലിയ വീടായതുകൊണ്ട് അമ്മയ്ക്കും പ്രയാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറും. അപ്പൊ ഞാൻ ഒന്ന് കുളിച്ച് ചെവിച്ചിട്ടൊക്കെ വരാം. ആ ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്താൽ നമുക്ക് അത്താഴം കഴിക്കാം. അതിന് കൊച്ചോട് ചെയ്യുമായിരിക്കും. പിന്നെ കൊച്ചോൾക്ക് പരീക്ഷയാവും 19-ാം തീയതി ആകുമ്പോൾ. പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് വിളിച്ചപ്പോഴേ പറഞ്ഞ് പരീക്ഷ പഠിക്കാണ്. പുസ്തകമൊക്കെ എടുത്തോണ്ടാ വന്നേക്കുന്നത്. കൊച്ചുമോക്ക് വിശന്ന് വട്ട് പിടിക്കണം. നമുക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാം. കൊച്ചുമോൾ ഇന്നത് പൂജിച്ച് ഇന്നിവിടെ ഇനി അത്താഴം പോലും കഴിക്കത്തില്ല കൊച്ചുമോൾ. അതുപോലെ മരുന്ന് പറയും. എളുപ്പത്തിലൊരു കുഞ്ഞ് സ്മൂത്തി ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. എനിക്കും വിശക്കുന്നുണ്ട്. തലവേദനയാണ്. ഞാൻ ഉച്ചയ്ക്കൊന്നും അങ്ങനെ ഒന്നും കഴിച്ചില്ല. കഴിക്കാൻ തോന്നിയില്ല. തണുപ്പ് കഴിക്കാൻ വയ്യതുകൊണ്ട് ഞാൻ ഇച്ചിരി ചൂട് പാലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ രാവിലെ ഇതാണ് കഴിച്ചത്, സ്മൂത്തി. ദിവസം റെസിപ്പി ഇടാം. എന്നിട്ട് എനിക്ക് എന്തുവാ വീഡിയോ എടുക്കാൻ വിശദമായിട്ട് എടുക്കാനുള്ള ഒരു മൂടില്ല. തലവേദന എടുക്കുന്നു. വിളിച്ചിട്ട് വന്നാലേ എനിക്കൊരു ഉഷാറും. ദിവസം നല്ലപോലെ എടുത്ത് ഞാൻ വീഡിയോ ഇടാം കേട്ടോ. ഓട്സ് ഒക്കെ തണുത്തിരിക്കുവായിരുന്നേ. ചൂടുപാൽ ഒഴിച്ചാൽ അധികം ചൂടൊന്നും കിട്ടത്തില്ല. നോർമൽ ടെമ്പറേച്ചർ തന്നെ ആയിരിക്കും. തൽക്കാലം നമുക്ക് അത്താഴം കഴിക്കുന്നത് വരെ ഇത് കുടിച്ച് വിശപ്പെടാം. ആദ്യം നമുക്ക് വിശന്ന് കത്തി ഇരിക്കുന്ന ആളിന് കൊടുക്കാം. എന്നാ ഇത് കുടിച്ച് മോള് തൽക്കാലം ആശ്വസിക്കൂ. പ്രോട്ടീൻ റിച്ച് ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലേ കൊച്ചേ? നിന്റെ മുഖത്തെ ഭാവം കണ്ടപ്പോ ഞാൻ കുടിച്ചു നോക്ക, എന്നിട്ട് പറ. രാവിലെ ഞാനൊരു സാധനം ഇടാൻ മറന്നുപോയി. അത് ഇപ്പൊ ചേർത്തടിച്ചിട്ടുണ്ട്. നീ കുടിച്ചു നോക്ക്. ആ കുടിച്ചിട്ടാ. മധുരം കുറച്ചതാ. ഇഷ്ടപ്പെട്ടോ? ആ അത് പറഞ്ഞാ മതി. അത് കുക്കറിനകത്തോട്ട് ഞാനങ്ങ് വെച്ചു. എളുപ്പം വേവട്ടെന്ന് വിചാരിച്ച്. പിന്നെ അത് ചോറ് ഒന്നുകൂടെ വാർത്തിടാമെന്ന് വിചാരിച്ചു. തണുത്തിരിക്കുമായിരുന്നു ചോറ്. അത് തിളപ്പിക്കാൻ അങ്ങോട്ട് വെച്ചത്. പിന്നെ ആവി പോകുമ്പം നമുക്ക് ഫ്രൈ ചെയ്ത്
എടുക്കാം. അല്ലെ പിന്നെ കുറേ നേരം വേണ്ടേ പറ്റി വരാൻ വേണ്ടി. പിന്നെ കുക്കറിനകത്തങ്ങ് വെച്ചു. പിന്നെന്താണ്, തലവേദന കൊണ്ട് വയ്യ. ഉച്ചയായപ്പോഴാണ് തലവേദന തുടങ്ങിയത്. അന്നേരം എനിക്ക് തോന്നി ഇത് അതിക്രമിക്കുന്ന തലവേദനയാണ്. അതുകൊണ്ട് ഞാൻ അന്നേരം ഒരു ടാബ്ലറ്റ് എടുത്തു. പിന്നെ വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ സമയമായപ്പോഴത്തേക്ക് വണ്ടി ഓടിക്കേണ്ടി വരും. തലവേദന പൊട്ടുവോ? ഇപ്പൊ തരാം. വീണ്ടും ഒരു ഗുളികയും കൂടെ നാക്കിനടിയിലിടുന്ന ഒരു ഗുളികയുണ്ട്, അതുകൊണ്ട് എടുത്ത് കഴിച്ചിട്ടാണ് വന്നത്. അതിപ്പോ റെഡിയാവും. അത് ഇതൊന്ന് റെഡിയാവട്ടെ. അത് ചോറൊക്കെ ആയി. എന്റെ പോയിരുന്നു, പക്ഷെ പുറത്തോട്ട് പോകത്തില്ല. അത് ഭയങ്കര ഇതായിരുന്നു. ഹലോ, അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എടുക്കാന്. ശരി, എന്റെ ചേച്ചി പൈസ ഒന്നും പറഞ്ഞോണ്ട് എത്ര രൂപ ചേച്ചി? 1 രൂപ പോലെ ചെലവില്ല. ഞാനുണ്ട് ചേച്ചി, രാവിലെ ഈ ചീട്ട് എടുക്കാൻ അത്യാവശ്യം 5:45 അങ്ങനെയായപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളവിടെ നിന്നപ്പോ എന്റെ ചേച്ചി അന്ന് ഒറ്റ മുന്നേ തിങ്കളാഴ്ച കൂടെ അല്ലായിരുന്നു എന്തോ എന്നിട്ടും അച്ചാച്ചി 5-ാമത് നിന്നുകൊണ്ടാ പെട്ടെന്ന് നമുക്ക് കിട്ടി. അവിടെ എന്ത് കയറി കൊടുക്കണം അപ്പൊ അറിയാം. ഞാൻ പറഞ്ഞില്ല, ഒരു സർജറിക്ക് വെളിയിലാവുന്ന അത്ര ആവത്തില്ലെന്നേ ഉള്ളൂ. പൈസ നമുക്ക് ചെലവിന്റെ പൈസ വേണം. മാവേലിക്ക് മീശ വേണ്ടേ? അതിന്റെ താടി മീശയും എല്ലാം വേണം. വെള്ളം മുടി വരെ വേണം. എനിക്ക് കറുത്ത മുടി. എന്താ മഴ മഴ മുറുകെ അറിയാം. എങ്ങനെ മഴയാണെങ്കി അറിയാം, അല്ലെ ഒന്നും അറിയത്തില്ല. പെരുമഴ, പെരുമഴ. പത്തനംതിട്ട മഴയില്ല, അതുകൊണ്ടല്ലേ കറണ്ട് ഉണ്ടാക്കി. കറണ്ടുണ്ടോ? കറണ്ടുണ്ടോ? സത്യം ചേച്ചി, പത്തനംതിട്ടയെ കണക്ക് അവര് പ്രഖ്യാപിക്കുമ്പോൾ മഴയും അത് കഴിഞ്ഞ അതാ ഇന്ന് ഞാൻ വീഡിയോ ഇട്ടത്. പകുതി പ്രഖ്യാപിച്ചപ്പോ ഭയങ്കര മഴ, അത് കഴിഞ്ഞപ്പം മഞ്ഞപ്പൊടി എഴുതി കഴിഞ്ഞോ മോനു? എഴുത കിട്ടത്തില്ല. അടി കിട്ടുന്നല്ലേ പറഞ്ഞേ. ഇവര് തന്നെയാണോ ചേച്ചി ഹോംവർക്ക് എഴുതി എടുക്കുന്നത്? ഇന്ന് കണ്ടമാനം താമസിച്ചു പറഞ്ഞ കൊച്ചു വിശന്ന്, കൊച്ചോള് വിശന്ന് ചക്ക മോനുകൂടെ നീക്കടാ. അതിനിടയ്ക്ക് ഒരു തലവേദന, അതാണ് ഈ മെയിൻ പ്രശ്നം. മുടി സൂപ്പർ ഹീറോ ആണ്, സൂപ്പർ ഹീറോ. അങ്ങനെ ഇരിക്കുന്ന നല്ല രസമുണ്ട്. മുടി വെട്ടുമ്പോ ഇവിടെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഇത് കാട്ടില്ലേ ഞാൻ അങ്ങോട്ടല്ല, ഞാൻ ഇതിനെ കളിക്കാൻ നോക്കുന്നില്ലേ. ഞാൻ കണ്ടില്ല, ഞാൻ എന്താ എഴുതിയെടുത്തത് ഞാൻ പോലും കണ്ടില്ല. എന്നൊരു സത്യം ഞാൻ കണ്ടില്ല. ചമ്മന്തി കൂട്ടണ്ട, എല്ലാവർക്കും കൂടെ ഗുളി കഴിച്ചപ്പോ ആവശ്യത്തിന് വിളമ്പിക്കും. മോരുണ്ട് കൊച്ചുമോളെ.
ചോറ് വിളമ്പാൻ പ്രിയങ്ങളെ. ചോറ് ഞാൻ കുറച്ചേ വിളമ്പുന്നുള്ളൂ. എനിക്ക് ഇച്ചിരി ചക്ക കഴിക്കണം. ഇത് ചക്ക എടുത്തു, കുറച്ച് മതിയേ. തേങ്ങാ ചമ്മന്തി ഉണ്ട്, നമ്മ തന്നതാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ആക്കിയത്. മോരുകറി ഒന്നും ഞാൻ എടുത്തില്ല, മോരുകറി തീർന്നു. ചമ്മന്തി ഉള്ളതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ മോനിക്കുട്ടിനെ എടുത്തിട്ട് പോയി. ഇപ്പോൾ കഴിക്കട്ടെ പ്രിയങ്ങളെ, അവർ കഴിക്കാനിരുന്നു. അപ്പോൾ നമുക്കിനി നാളെ കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം സ്നേഹം, എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥനകൾ. നാളെ കാണാം കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.